സലീം മാലിക് തിരുവനന്തപുരത്ത് തുടരുന്നുണ്ട്. സലീം, ഇനിയും സർക്കാരിന് ഇക്കാര്യത്തിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളതാണല്ലോ അറിയേണ്ടത്. സിനിമാ നയം, കോൺക്ലേവ് എന്നൊക്കെ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് പ്രഖ്യാപനം വരുന്നുണ്ട്. പ്രതിപക്ഷമാകട്ടെ ഇത്ര നാളും ഇതെന്തുകൊണ്ട് സർക്കാർ പൂഴ്ത്തിവെച്ചു എന്നുള്ള ചോദ്യം ഉയർത്തുന്നുണ്ടോ? ഒപ്പം പ്രതിപക്ഷ നേതാവ് ചില നിർദ്ദേശങ്ങൾ കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പ്രത്യേക സംഘങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ നിയോഗിക്കണമെന്നതുൾപ്പെടെ. അതുകൊണ്ട് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ആത്മാർത്ഥതയോടെയുള്ള ഒരു സമീപനം വരും ദിവസങ്ങളിൽ ഇനി പ്രതീക്ഷിക്കണം, അങ്ങനെ കരുതാമോ സലീം? ഉന്മേഷ്, ഇനി പ്രതീക്ഷിക്കണമെന്നല്ല, ഇനിയെങ്കിലും പ്രതീക്ഷിക്കണം എന്നുള്ളതാണ് നമുക്കത് പറയാനുള്ളത്. കാരണം 2017 നടി ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ടാണ് ഈ ഹേമ കമ്മിറ്റി രൂപീകരിക്കുന്നത്. അതിനുശേഷം 2019 6 മാസത്തിനകം തന്നെ ഈ സിനിമാ മേഖലയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പഠിച്ചൊരു റിപ്പോർട്ട് സമർപ്പിക്കും എന്നായിരുന്നു ആദ്യഘട്ടത്തിലുള്ള അറിയിപ്പ്. പക്ഷേ അത് 2 വർഷത്തിലധികം സമയമെടുത്തിരുന്നു. അതിനൊടുവിൽ 2019 ഡിസംബർ 31 ആ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടത്. അങ്ങനെ ആ തുടക്കം മുതൽ തന്നെ ഇഴഞ്ഞു നീങ്ങിയിരുന്നൊരു വിഷയം ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ 4.5 വർഷം അതിനിടയിൽ ഇത് റിപ്പോർട്ട് പുറത്തു വരണമെന്നൊക്കെ ആവശ്യപ്പെട്ടപ്പോൾ അതിന് തടസ്സഹർജിയുമായി പോയത് തന്നെ ഈ സർക്കാരാണ്. സർക്കാർ പോവുകയും മാത്രമല്ല റിപ്പോർട്ട് വിശദമായി പഠിക്കണം എന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ റിപ്പോർട്ടൊക്കെ വിശദമായി പഠിച്ച് 4.5 വർഷം കഴിഞ്ഞിട്ടും റിപ്പോർട്ട് വിശദമായി പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതെന്തുകൊണ്ട് എന്നതൊക്കെ ഒരു വലിയ ചോദ്യമാണ്. ആരെ സംരക്ഷിക്കാൻ എന്നതുൾപ്പെടെയുള്ള വലിയ ചോദ്യമാണ്. മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് തടസ്സമില്ല എന്ന നിയമോപദേശം ലഭിച്ചിട്ടും സർക്കാർ അത് പുറത്തുവിടാൻ തയ്യാറായിരുന്നില്ല. പിന്നീട് അത് വലിയ വിമർശനം സർക്കാരിന് നേരെ ഉയർന്നതിന് പിന്നാലെയാണ് റിപ്പോർട്ട് സർക്കാരും പുറത്തുവിട്ടത്. അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടൽ സർക്കാർ തന്നെ നടത്തും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. ഉറപ്പായും അതിൽ പ്രതിപക്ഷത്തിനെ വിശ്വാസത്തിലെടുത്തുകൊണ്ട്, സർക്കാരിൻ്റെ തന്നെ ഭാഗമായുള്ളവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട്, സിനിമാ മേഖലയിലുള്ളവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരുമായൊക്കെ കൂടിയാലോചന നടത്തിക്കൊണ്ട് തന്നെയാവും ആ ഇടപെടൽ നടത്തുക എന്നുള്ളതാണ്. അതല്ല ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന്റെ അലയൊലികൾ നിൽക്കുന്നത് വരെ പുറത്തുവിടുമെന്നൊക്കെ പറഞ്ഞ് വീണ്ടും അനന്തമായി അത് നീട്ടിക്കൊണ്ടു പോകുമോ എന്നത് നമുക്കറിയില്ല. കാരണം ഈ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട നേരത്തെ തന്നെ ICC ഉൾപ്പെടെ രൂപീകരിച്ചെങ്കിലും കൃത്യമായി പല സിനിമാ സെറ്റുകളിലും അങ്ങനെ സംവിധാനമേ പ്രവർത്തിക്കുന്നില്ല എന്നുള്ള പരാതി നേരത്തെ തന്നെയുണ്ട്. വളരെ ചുരുങ്ങിയ സെറ്റുകളിൽ മാത്രമാണ് അതിൽ ആ നിലയിലുള്ള ഒരു ICC രൂപീകരിച്ചിട്ടുള്ളത്. അതല്ലാതെ പേരിന് മാത്രം ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ICC എന്ന നിലയിലാണ് പലയിടത്തും ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. മാത്രമല്ല അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പരാതി പറയുമ്പോൾ പോലും ഭീഷണി നേരിടുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴും മനസ്സിലാക്കാൻ പറ്റുന്നത്. പ്രത്യേകിച്ചും സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ അതിക്രൂരമായ, അത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെയുണ്ട്, അതിക്രൂരമായ സൈബർ അധിക്ഷേപം, ലൈംഗിക അധിക്ഷേപം, ഒരു സ്ത്രീ ശരീരത്തെ വർണ്ണിച്ചുകൊണ്ടുള്ള അധിക്ഷേപം, അങ്ങനെ പല വിധത്തിലുള്ള ലൈംഗിക അതിക്രമങ്ങളാണ് സ്ത്രീകൾ തന്നെ നേരിടേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ ആ കമ്മിറ്റികളൊക്കെ ഫലപ്രദമായി എങ്ങനെ നടപ്പിലാക്കാൻ കഴിയും, സർക്കാരിൻ്റെ മേൽനോട്ടം എല്ലാ സിനിമാ സെറ്റിലും ഉണ്ടാകുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കണം. നേരത്തെ തന്നെ സിനിമാ സെറ്റുകളിൽ കയറിയുള്ള ലഹരി ഉപയോഗത്തിൻ്റെ പരിശോധന ഇടയ്ക്കൊന്ന് നടത്തിയിരുന്നു. പക്ഷേ അതിനെതിരെ സിനിമാ മേഖലയിൽ നിന്ന് തന്നെ വലിയ വിമർശനങ്ങൾ നടന്നതോടുകൂടി അതപ്പാടെ ഇല്ലാതാകുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ നിരന്തരമായി ഈ സിനിമാ മേഖലയിൽ ലഹരി ഉപയോഗം, പ്രത്യേകിച്ചും യുവതാരങ്ങളിൽ പലർക്കുമിടയിൽ ആ നിലയിലുള്ള ലഹരി ഉപയോഗം ഉണ്ട് എന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെ ചൂണ്ടിക്കാണിക്കുന്ന സാഹചര്യത്തിൽ അതൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടി വലിയ ഇടപെടലുണ്ടാവണം. പ്രത്യേകിച്ചും സംസ്ഥാനത്തേക്ക് ഒഴുകുന്ന ഒരു ലഹരിയുടെ വലിയ പങ്ക് സിനിമാ മേഖലയിലേക്കാണെന്നുള്ള കണ്ടെത്തലൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ ആ നിലയിൽ അതിങ്ങനെ സ്റ്റോപ്പ് ചെയ്യണം, അതിൻ്റെ വേരെങ്ങനെ അറുക്കണം എന്നതുൾപ്പെടെയുള്ള വലിയ വലിയ പ്രശ്നങ്ങൾ, അത് നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സമാന്തരമായ ഒരു അധോലോകം തന്നെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഈ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ മുൻകൈ എടുക്കേണ്ടത് സിനിമാ മേഖലയിൽ നിന്ന് തന്നെയാണെന്നുള്ളതാണ് മറ്റൊരു വാസ്തവം. കാരണം സിനിമാ മേഖലയിൽ ആത്മാർത്ഥമായി കലയെ സ്നേഹിച്ചുകൊണ്ട് പണിയെടുക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്, ഒരുപാട് നല്ല മനുഷ്യരുണ്ട്. അതിലൊരു ചെറിയ വിഭാഗം, അതല്ലെങ്കിൽ ഒരു 10-20% പേരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഒരു മേഖല അപ്പാടെ വലിയ വിഷയത്തിലേക്ക്, അതല്ലെങ്കിൽ എല്ലാം മോശം എന്ന നിലയിലേക്ക് ഇപ്പോൾ തന്നെ പ്രചരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ കൂടി ആത്മാഭിമാനം സംരക്ഷിക്കാൻ സിനിമാ മേഖലയിൽ കൊള്ളാവുന്ന ഇടപെടൽ നടത്തി തന്നെ ഈ കാര്യങ്ങൾ പരിഹരിക്കണം. അതുകൊണ്ട് തന്നെ സിനിമാ മേഖലയിലെ ചെറിയ പ്രശ്നങ്ങളെ ഒഴിവാക്കാൻ അതിനുള്ളിൽ നിന്ന് തന്നെയുള്ളവർ മുൻകൈ എടുക്കണമെന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും പ്രശ്നം ഈ നിലയിലുള്ള ഈ സിനിമാ മേഖലയിലെ പ്രശ്നക്കാരെന്ന് പറയുന്നവർ അതിൻ്റെ മേഖലയിലെ തലപ്പത്തുള്ളവരോ സ്വാധീനമുള്ളവരോ ആണ് എന്നുള്ളതാണ് ഈ കണ്ടെത്തൽ. ഒരു സിനിമയിൽ നിന്ന് ആരെ ഒഴിവാക്കാം, ആരെ എടുക്കാം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വലിയ ആജ്ഞാശക്തിയുള്ളവരാണ് ഈ പവർ ഗ്രൂപ്പ് എന്നുള്ളത് ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്. അങ്ങനെ ആ 233 പേജിലുമുള്ളത് ഇവർക്കെതിരെയുള്ള ഗുരുതരമായ പരാമർശങ്ങൾ. ആ പരാമർശങ്ങളിൽ തങ്ങളില്ല എന്ന് തെളിയിക്കാൻ ഇനി സിനിമാക്കാർ എന്തായാലും വല്ലാതെ പാടുപെടുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല. മാത്രമല്ല നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ സിനിമാ മേഖലയിൽ നിന്ന് പുറത്തു വന്ന പ്രതികരണങ്ങൾ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നാൽ ഒന്നും സംഭവിക്കാനില്ല എന്ന്, പ്രത്യേകിച്ചും സർക്കാരിൻ്റെ ഭാഗം കൂടിയായ MLA മുകേഷ് കൂടി അത് തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നാലും ഒന്നും സംഭവിക്കാനില്ല എന്നൊരു പ്രതികരണം നടത്തിയിരുന്നു. പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു, ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അത്രയും ഗുരുതരമായ, അത്രയും സ്ത്രീവിരുദ്ധമായ പ്രശ്നങ്ങൾ സിനിമാ മേഖലയിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ആ റിപ്പോർട്ടിൻ്റെ സാരാംശം. അതുകൊണ്ട് എന്തായാലും ആ വിഷയത്തിൽ ഞങ്ങളില്ല എന്നെങ്കിലും ബോധിപ്പിക്കാൻ, അതല്ലെങ്കിൽ തെളിയിക്കാൻ സിനിമാ മേഖലയിൽ ഉള്ളവർക്കും ഇനി പണിപ്പെടേണ്ടി വരും. ഉന്മേഷ്.
സലിം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. സംവിധായകൻ വിനയന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ വരുന്നുണ്ട്. മലയാള സിനിമ എന്നും നിയന്ത്രിക്കുന്ന പ്രമുഖരെ, ദയവായി നിങ്ങളുടെ മനസ്സാക്ഷിയുടെ കണ്ണാടിയിലേക്കൊന്ന് നോക്കൂ. നിങ്ങളുടെ മുഖം വികൃതമല്ലേ എന്നുള്ള ചോദ്യം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്.